രോഹിത്തെ രോഹിത്തെ നമ്മുടെ മോൾക്ക് തീരെ വയ്യ, അവള് പനിച്ചു പറിച്ച് കിടക്കുക. രോഹിത്തെ ഒന്ന് വാതിൽ തുറന്നേ. രോഹിത്തെ രോഹിത്തെ വാതിൽ തുറക്കാനല്ലേ പറഞ്ഞത്? അവള് വാതിൽ തല്ലി തകർക്കോ? കിടന്ന് തട്ടട്ടെന്ന് വലിയ കൊമ്പത്തെ കുഞ്ഞേച്ചി വന്ന് അവളെ രക്ഷിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. രോഹിത്തെ ഒന്ന് വാതിൽ തുറക്ക്. രോഹിത്തെ മോൾക്ക് പനി കൂടിയിട്ട് കിടന്ന് വിറയ്ക്കുവാ. രോഹിത്തെ രോഹിത്തെ ഇപ്പൊ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാനും മോളും ഇവിടെ കിടന്ന് ചാവും. രോഹിത്തെ പറഞ്ഞില്ലാന്ന് വേണ്ട. രോഹിത്തെ തുറന്നു നോക്ക്, പറയുന്നതിൽ കാര്യം ഉണ്ടെങ്കിലോ. ചുമ്മാ വാട്ടലയ്ക്കുന്നതാണെന്നേ. ചാകാനാണെങ്കിൽ ഇതിനു മുമ്പേ അവള് ചെയ്തേനെ. രോഹിത്തെ രോഹിത്തെ വാതിൽ തുറക്ക. ചെല്ല് രോഹിത്തെ. താനല്ല ഒരു മനുഷ്യനാണോ? തന്റെ ഹൃദയം എന്താ കരിങ്കല്ലുകൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? അപ്പി മോള് പനി കൂടിയിട്ട് അവിടെ കിടന്ന് വിറയ്ക്കുവാ. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് എത്ര നേരമായിട്ട് ഞാൻ തന്നെ കിടന്ന് വിളിക്കുവാ. അതെങ്ങനെയാ? തനിക്ക് ഇവളുമായിട്ട് സൊള്ളി നിൽക്കാൻ പോലും സമയം തികയുന്നില്ലല്ലോ. പിന്നെങ്ങനെയാ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സമയം കിട്ടുന്നേ? അല്ലെങ്കിലും ഇവിടെ പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളുമല്ലോ. അല്ലെങ്കിലും എന്നെക്കാളും സ്ഥാനം നൽകി ഇവിടെ കൂടെ കൂട്ടിയിരിക്കുന്ന എന്തിനാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. സുസ്മിതേ, ഇവിടെ ഞാനിന്ന് കൊല്ലും. എന്റെ നേരെ എങ്ങനെ കൈ ചൂണ്ടിയാ കൊന്ന് തള്ളും ഞാൻ. ഒരു കുഞ്ഞു പോലും അറിയില്ല. എങ്കിലതൊന്ന് കാണുമല്ലോ. കുഞ്ഞേച്ചി ആരെ പ്രീതിപ്പെടുത്താൻ രോഹിത്തെ നീ കാണിച്ചു കൂട്ടുന്നതൊക്കെ? ഇവളെ തൃപ്തിപ്പെടുത്താനാണോ? എന്റെ ഭാര്യ ഞാൻ തല്ലും, ചിലപ്പോ കൊല്ലും. അത് ചോദിക്കാൻ നമ്മൾ ആരാണാവോ? കളക്ടർ മജിസ്ട്രേറ്റും ഒക്കെ അവിടെ കളക്ടറേറ്റ് അകത്ത് എടുത്താൽ മതി. ഇതിപ്പോ എന്റെ വീടാ. ഞാൻ പണം കൊടുത്ത് ലേലത്തിൽ പിടിച്ച എന്റെ വീട്. ഇവിടെ ഞാൻ കൂത്താടും, അഴിഞ്ഞാടും, ചിലപ്പോ ക്യാബറയും കളിച്ചെന്ന് വരും. അതെന്റെ ഇഷ്ടം. അഭിപ്രായം പറയാൻ ഒരു ഒറ്റ ഒരുത്തി ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഇറങ്ങിപ്പോവാൻ ഞാൻ പറയണോ അതോ സ്വയം ഒഴിഞ്ഞു പോവോ? അതോ ഞാൻ ഗെറ്റ് ഔട്ട് അടിക്കണോ? നിനക്ക് ആരെയുടെ ഗെറ്റ് ഔട്ട് അടിക്കണ്ടേ? നീ ഗെറ്റ് ഔട്ട് അടിക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ അടിച്ചിരിക്കും. അപ്പൊ അത് ശരി. അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞുള്ള വരവാണിത്. സുസ്മിതേ, ഇത് നമ്മുടെ വീടാ. നമ്മൾ പണം കൊടുത്ത് ലേലത്തിൽ പിടിച്ച വീട്. ഇവിടെ ആരൊക്കെ വരണം, ആരൊക്കെ പോണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിനക്കുമുണ്ട്. ഇറങ്ങി പോവാൻ പറ എല്ലാത്തിനോടും. അവളങ്ങനെ പറഞ്ഞ അവൾക്കും കിട്ടുമടി. യെസ് മാഡം. ഏയ് തൊട്ടു പോരുത്. ഇപ്പൊ നീ വിളിക്കാൻ പോകുന്നത് നിന്റെ ചിറ്റപ്പനെ അല്ലേ? അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസിനെ. ഒരു ചെറിയ പണി കൊടുത്ത് ഞാൻ അവിടെ ഓഫീസിൽ ഇരുത്തിയിരിക്കുക. നീ അലറി വിളിച്ചാൽ പോലും കേൾക്കാൻ പറ്റില്ല. ആ രീതിയിലായിരിപ്പ്.
ഉള്ളിക്കുറവൻ കൂവിയ മരണം നടക്കുന്ന പഴമക്കാര് പറയുന്നത്. പക്ഷെ കഷ്ടകാലം വരുമ്പോ ആരാ കൂന്നേന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. സുസ്മിത അതൊന്ന് തിരക്കി വെച്ചേക്കുന്ന നല്ലതാ. ഇനി അങ്ങോട്ടേക്ക് കഷ്ടകാലമാണെന്നാ തോന്നുന്നേ. എന്നാ പിന്നെ പോയാലോ? ഡേ, ഇതൊരു സാമ്പിളാടി. നിനക്ക് തരുന്നൊരു മുന്നറിയിപ്പ്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. പുറകെ ഉണ്ടാവും ഞാൻ, നിഴല് പോലെ. നടക്ക, കൊണ്ടോളെ. അടുത്തൂഴം നിനക്ക് കരുതിയിരുന്നോ?